നമസ്കാരം. സഭ എന്തിനാണ് നിരവധി ആശുപത്രികൾ നടത്തിക്കൊണ്ടു പോകുന്നതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകി മാർ ജോർജ് ആലഞ്ചേരി. തിരുവനന്തപുരത്ത് നടന്ന നസ്രാണി സംഗമത്തിലെ പ്രസംഗത്തിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. ഒരു ഹിന്ദു യുവാവിന് താൻ കൊടുത്ത മറുപടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഏറ്റവും വലിയ ആശുപത്രിയാണല്ലോ സെന്റ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ. വേറെ എത്രയോ ആശുപത്രികൾ അവിടെയും ഇവിടെയും ആയിട്ടൊക്കെ ഉണ്ട്. അവിടെ എല്ലാം ക്രൈസ്തവർക്ക് മാത്രമല്ല, കത്തോലിക്കർക്ക് മാത്രമല്ല, പിന്നെയോ മനുഷ്യ മക്കൾക്ക് എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് നമ്മളുള്ളത്. കർത്താവായ ഈശോ നമ്മളെ പഠിപ്പിച്ചത് അതാണ്. അതേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നോട് ഒരിക്കലും ഒരു ഹൈന്ദവ സഹോദരൻ ട്രെയിനിൽ വെച്ച് ചോദിച്ചു, ഞാൻ തക്കരയുടെ ആയരാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്രയും ഒക്കെ ആശുപത്രികൾ നടത്തുന്നത് എന്ന്. ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാതൃക ഞങ്ങളെ എടുക്കുന്നതാണ്, അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് എന്ന്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് കർത്താവ് രോഗികളുടെ മേൽ താതാത്മ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അവിടുത്തെ പരസ്യ ജീവിതകാലത്ത് കൂടുതൽ സമയവും രോഗികളെ സുഖപ്പെടുത്താനായിട്ടാണ് ചെലവഴിച്ചത്. അതിൻ്റെ കാരണത്താൽ ഭക്ഷണം കഴിക്കാൻ പോലും കർത്താവിനും ശിഷ്യന്മാർക്കും സാധിച്ചിട്ടില്ല എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് തുടരാതിരിക്കാൻ നിർവാഹമില്ല എന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, മലയാളിയായിട്ടുള്ള ഒരു സഹോദരനായിരുന്നു, അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, ഇത് നിങ്ങളുടെ ആളുകൾക്ക് പോലും അറിയാവോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ മറ്റേത് ലക്ഷ്യങ്ങളോടെ നിങ്ങളുടെ സാമുദായിക ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു, അല്ല, ഏതായാലും ഈ വിശദീകരണം തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതര സമുദായങ്ങളെയും സമൂഹത്തെയും രാജ്യത്തെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടേതായ സാമുദായിക ശക്തി വർദ്ധിപ്പിക്കുവാൻ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. ദീർഘമായിട്ട് പറയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ ദീർഘിച്ചു പോയി എന്ന് വരികിൽ ക്ഷമിക്കുക. ഏതായാലും ഈ മഹാസംഗമം വലിയൊരു തുടക്കമായി തീരും. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ലൂർദ് മാതാ ഫൊറോന പള്ളിക്ക് തക്കല രൂപതയോടുള്ള ബന്ധം. ഞാൻ അവിടുത്തെ ബിഷപ്പായിട്ട് പോയ സന്ദർഭത്തിൽ അന്നിവിടെ വികാരിയായിരുന്ന ഫാദർ ജോസഫ് കുറിഞ്ഞിപ്പറമ്പിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിതാവ് ദുഃഖിക്കേണ്ട, ഞങ്ങൾ ലൂർദ് ഫൊറോന പള്ളി പിതാവിൻ്റെ ഒരു മിഷനെ ദത്തെടുക്കുകയാണ്. അങ്ങനെ അവർ അണ്ണിക്കര മിഷൻ കേന്ദ്രം ദത്തെടുത്ത് എല്ലാ വർഷവും പ്രതിനിധികളുമായിട്ട് അച്ഛൻ വന്ന് ഒരു സാമ്പത്തിക സഹായം നൽകിയിട്ട് പോകുന്ന പതിവുണ്ടായിരുന്നു. മാത്രമല്ല, ഇവിടെയുള്ള ഒരു എൻജിനീയർ, ശ്രീ ലൂക്ക എൻജിനീയർ, ഞാൻ അന്നത്തെ കാലത്ത് നേതൃത്വം കൊടുത്ത് പണിയിച്ച എല്ലാ പള്ളികളുടെയും എൻജിനീയറിങ് ഫ്രീ ആയിട്ട് ചെയ്തു തന്നു. അതുകൊണ്ട് ലൂർദ് ഇടവകയിലെ ദൈവജനം വളരെയേറെ മറ്റുള്ളവരെ ശക്തീകരിക്കുന്നതിൽ താല്പര്യമുള്ളവരാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിൽ കൊണ്ടുവരികയും നിങ്ങൾക്ക് എൻ്റെയും രാജേന്ദ്രൻ പിതാവിൻ്റെയും പേരിൽ നന്ദി പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് അതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ഇവിടുത്തെ എല്ലാ പരിപാടികൾക്കും ഓടി വരുന്നത്. ഇനിയും അതുപോലുള്ള നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്നും എനിക്കറിയാം. അപ്പോൾ ഇത് അവിടെ നമ്മുടെ സഭ വളരുന്നത് തമിഴ്നാടിലെ സംസ്കാരം സ്വന്തമാക്കിക്കൊണ്ടും അതേസമയം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആ എല്ലാ തന്മയും പാലിച്ചുകൊണ്ടുമാണ്. അവിടുത്തെ വിശുദ്ധ കുർബാന അതിമനോഹരമായ രീതിയിൽ അഭിനന്ദ പിതാവ് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിർവഹിക്കുന്നുണ്ട്. കൈസ്ലിവായെടുത്ത് എപ്പോഴും ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു പാരമ്പര്യം നമുക്ക് തുടരാൻ സാധിക്കണം. ഒരിക്കൽ ഞാൻ തക്കരയിലെ ബിഷപ്പായിരുന്ന സമയത്ത് ഞായറാഴ്ച ദിവസം ബിഷപ്സ് ഹൗസിനടുത്തുള്ള 25 വീട്ടുകാർ പെട്ടെന്ന് ഒരു വർഷം കൊണ്ടുണ്ടായ ഒരു സമൂഹമാണ്. പലരും ഞാൻ സ്നാനമൊക്കെ സ്വീകരിച്ചിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഞാൻ വിശുദ്ധ കുർബാന തമിഴ് ഭാഷയിൽ നിർവഹിച്ചു. അപ്പോഴുണ്ട് കേരളത്തിൽ നിന്ന് ഒരു കൂട്ടർ കന്യാകുമാരി കാണാൻ വന്നവരെ അവിടെ കയറി എൻ്റെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു, എൻ്റെ പിതാവേ, നമ്മുടെ കുർബാന തമിഴ് ഭാഷയിലാണല്ലോ കൂടുതൽ നല്ലത് എന്ന്. ബോധ്യപ്പെട്ടോ എന്ന് ഞാൻ ചോദിച്ചു. ബോധ്യപ്പെട്ടു പിതാവേ. അതുപോലെയാണ് തമിഴ് ഭാഷയിൽ രാജേന്ദ്രൻ പിതാവായപ്പം നാട്ടുകാരനാണ്, ഭാഷ നന്നായിട്ടറിയാം, നന്നായിട്ട് പാടും, പിന്നെ ഓടി നടന്ന് പ്രവർത്തിക്കും. അങ്ങനെയുള്ള വൈദികരെ അവരിൽ പലരും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ളവരാണ്. എല്ലാവരും ചേർന്ന് ആ രൂപത വളർന്നു വരികയാണ്.
എന്നിട്ട് അവസാനം എന്നോട് പറഞ്ഞു, പിതാവേ തമിഴിലെ ഒരു ആശീർവാദം തരണമെന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു. അത് ഇപ്രകാരമായിരുന്നു: நம்ம ஆண்டவராகிய இயேசுமிசிஹாவின் அருளும் தந்தையாகிய கடவுளின் அன்பும் தூய ஆவியின் நட்புறவும் உங்களோடு இருப்பதாக. അപ്പോൾ അതിലെ ഒരു പുകിലം പറയാം, ഇത് 20 തന്നെയാണ്, ഇരുപ്പതാക എന്നാ പറഞ്ഞപ്പോൾ ഇത് 20 തന്നെയാണ്. അപ്പോൾ അങ്ങനെ വളരെയേറെ സൗഹൃദത്തിലാണ് ലൂർദ് ഇടവകയും കേരളത്തിലെ സീറോ മലബാർ കത്തോലിക്കലും തക്കര രൂപതയെ വളർത്തിയത്. ഇന്ന് നമുക്കുള്ള മിഷൻ രൂപതകളിൽ പ്രഥമ സ്ഥാനം തക്കലയ്ക്ക് തന്നെയാണ്, രണ്ടാമത്തത് അതിരവാദിനാണെന്ന് തോന്നുന്നു. മറ്റുള്ള രൂപതകളൊക്കെ ബോംബെ, ഡൽഹി, ഇതൊക്കെ കുടിയേറി പാർത്ത പഴയ നസ്രാണി കത്തോലിക്കരുടേതാണ്. അതേ പുതിയവരെയും നമ്മൾ പഴയ നസ്രാണികളുടെ സംസ്കാരത്തോട് ചേർത്ത് അവരവരുടെ രാജ്യങ്ങളുടേതായിട്ടുള്ള ആ താതാത്മ്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് സ്തുതി.